അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ബ്രെഡിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തെടുത്ത ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഇത് കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. 3 ബ്രെഡിൻ്റെ നടുഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. ഇതിവിടെ വെച്ചിരിക്കാം. ഇനി ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഈ തവയുടെ എല്ലാ ഭാഗത്തും ബട്ടർ ആക്കി കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇപ്പൊ ഇതാ ബ്രെഡ് 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത് മാറ്റില്ലേ, ആ ഹോളിലേക്ക് ഓരോ കോഴി മുട്ടയായിട്ട് പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. 3ാമത്തെ മുട്ട പൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 3 മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുളക് പൊടി വിതറി കൊടുക്കുക. കുറച്ച് വീതം, ഒരു പിഞ്ച് വിതറി കൊടുത്താൽ മതി. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്ന സമയം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വീതം, ഓരോ പിഞ്ച് വീതം ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ മുകളിലായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വിതറി കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മതി, ഒരു പിഞ്ച് പോലും വേണ്ട. ഞാനൊരു പിഞ്ച് ഉപ്പ് എടുത്തിട്ട് 3 ബ്രെഡിലും ഒന്ന് വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം പച്ചമുളക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് കടിക്കുമ്പോൾ എരിവുണ്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. കുട്ടികൾ പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ ഉള്ളിൽ പോവുകയും ചെയ്യും, മുട്ടയും ബ്രെഡും ഒക്കെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. സാധാരണ കുട്ടികൾ പച്ചക്കറികളും മുട്ടയൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ കഴിക്കും. ഇപ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. സ്നാക്സ് ആയിട്ടും കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഡിന്നറായിട്ടും കഴിക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം കുറച്ച് വീതം ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എന്തൊക്കെ പച്ചക്കറികളുണ്ടോ കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചക്കറികളെല്ലാം കുട്ടികളുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. ഏതാണോ ഇഷ്ടം അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീസൊക്കെ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. വീട്ടിലും ചീസൊന്നും കാണില്ലല്ലോ. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്യാം. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇതൊന്ന് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഈ വശം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ 1 ടീസ്പൂൺ ബട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പം മറു സൈഡും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 2 സൈഡും മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ട ചെറുതായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഒരു സ്പൂണും ഉണ്ടോ ഫോർക്കും ഉണ്ടോ ഇതുപോലെ ഒന്ന് ചെയ്യാം. അപ്പോൾ ചെറിയ രീതിയിൽ 1 മുട്ട അടിച്ച് പതപ്പിച്ച് എടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇതിൽ നിന്നും കുറച്ച് സവാള മുട്ടയുടെ മുകളിൽ ഇടാനായിട്ട് എടുത്തിട്ടുണ്ട്, ബാക്കി സവാളയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ കുറച്ച് മുട്ടയുടെ മുകളിൽ ഇടാനായിട്ട് എടുത്തിട്ട് ബാക്കി വന്ന ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എരിവില്ലാത്ത പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു പച്ചമുളകിൻ്റെ പകുതി പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കുറച്ച് ആവശ്യമുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും പച്ചക്കറിയെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ, റൗണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച ബ്രെഡാണ്. ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ബ്രെഡും കൂടി കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കരുത്, ചെറിയൊരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ എണ്ണ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ബേസ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരേ ലെവലാക്കി എടുക്കുക. അപ്പോൾ എല്ലാ വശവും ഒരേ ലെവലാക്കി ഇതായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മൂടി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ മൂടി വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു വശം ഒന്ന് മൊരിഞ്ഞതാ വന്നിട്ടുണ്ട്. കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വശവും ഒന്ന് മൊരിഞ്ഞ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ആദ്യം ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത്. അതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതിൽ ബട്ടറൊക്കെ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ 3 ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിൽ ലഞ്ചായിട്ടും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കാൻ കൊടുത്തു വിടാവുന്നതാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമ്മളിതിൽ ബട്ടറൊക്കെ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ബ്രെഡ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ മടി കാണിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബാക്കി ഒന്ന് ബ്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് എടുക്കാം. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്